അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് വരാം അല്ലേ? ഇത് കൺമണിയാണ്, എന്റെ ചേട്ടന്റെ ഇളയ മോളാണ്. ഇപ്പോൾ സൂപ്പറായിട്ട് വ്ളോഗ് ചെയ്യും. നീ പറ, അവള് പറയും, ഫുള്ളും പറയും അവള്. പറ, അങ്ങോട്ടേ പറയും, ഇവിടെ സൗണ്ട് ആയിരുന്നു. ആ പറ, കുറച്ച് പറ. നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് ഇതാര് വൈഷ്, നീ പറ. അത് ലാസ്റ്റ് ഉള്ള ഡയലോഗ്, ഫസ്റ്റ് ഉള്ള പറ. അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് അപ്പോ ഇന്നത്തെ ദിവസം ഉത്രാട പാച്ചിലാണ്. ഇന്ന് 1-ാം ഓണമാണ്, ഇന്ന് ഉത്രാടാണ്. അപ്പൊ ഹാപ്പി ഉത്രാടം എല്ലാവർക്കും. ഇപ്പൊ ഈ വീട് നാളെ വരുള്ളൂ, തിരുവോണത്തിന് വൈകിട്ടേ വരുള്ളൂ. എന്ത് മിണ്ടാതിരി വ്ളോഗ് ആയിട്ട്. അപ്പൊ തിരുവോണത്തിന് വ്ളോഗ് കാണും മിക്കാറ്. അത് എത്രമാത്രം നല്ലതായിട്ട് വരുന്ന അറിഞ്ഞൂടാ. ഉള്ളതുപോലെ ചെയ്യാം, എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. എന്റെ വീട്ടിൽ എന്താണോ ഓണം അതങ്ങനെ എടുക്കാം. അപ്പൊ ഉള്ളതുപോലെ കാണിക്കാം എന്തെങ്കിലുമൊക്കെ. ബാക്കിയുള്ള നിങ്ങളൊക്കെ ഇല്ലേ അല്ലേ വ്യൂസ് പോണോ ഇല്ലെന്ന കാര്യങ്ങളൊക്കെ. ശരി പറ. അപ്പൊ ഇന്ന് ഉത്രാട പാച്ചിലാണ്. ഇപ്പൊ ഞാൻ സൊമാറ്റോ വ്ളോഗിൽ പോവുകയാണ്. അപ്പൊ നിങ്ങളൊക്കെ എന്നെ ടാറ്റ പറഞ്ഞയക്കണം. ഓക്കെ മാണി, എന്താ ജോലി എന്തായി നാളത്തേക്കുള്ള ജോലിയൊക്കെ? മലക്കറിയൊക്കെ വാങ്ങിച്ചല്ലോ അല്ലേ? നീ വാങ്ങിയ ബാക്കി മലക്കറി ഇല്ല, എല്ലാം ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് മാങ്ങ വാങ്ങിച്ചായിരുന്നു. 3 മാങ്ങ, വെറും 3 മാങ്ങയ്ക്ക് 76 രൂപയായി. മാങ്ങയുടെ വില കണ്ട, ആപ്പിളിനെക്കാളും വിലയാണ് മാങ്ങയ്ക്ക്. ഇവിടെ എന്ത് ബഹളം, ബ്ലോഗിനെ സമ്മതിക്കില്ല നിങ്ങളാരും. മുട്ട 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 അങ്ങനെ മാങ്ങയും പപ്പടമൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വാങ്ങാനൊന്നും ഇല്ല, എല്ലാം ക്ലിയർ ആണ്. ഇനി വാങ്ങാൻ ഡ്രസ്സ് വാങ്ങിയുണ്ട്, എനിക്ക് വാണിക്ക് മാത്രമായിട്ട്. നാളെ വാങ്ങി കുഴപ്പമില്ല, ഡ്രസ്സ് ഉണ്ട്. എന്നാലും ഒന്നുകൂടെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? സെൽഫ് പ്രൊമോഷൻ ഡ്രസ് കിട്ടിയുള്ളൂ, അല്ലാതെ ഓണക്കോടിയായിട്ട് ഡ്രസ് എടുത്തില്ല. സമയം സത്യം പറയാലോ. ഇപ്പൊ ഞാൻ ഓട്ടത്തിൽ ഫുള്ളായിട്ട് വാണിക്കോട് ജോലിയും കാര്യങ്ങളായിട്ട് 12 രൂപ സമയം കിട്ടിയില്ല. എന്തായാലും പോയി എടുക്കണം. നാളെ ആവട്ടെ, എടുത്ത് നാളെ പോയി എടുക്കാം ഫ്രീ ആണെങ്കിൽ. ഓക്കെ ഡ്രസ് ഉണ്ടല്ലോ ഇപ്പോൾ തൽക്കാലത്തേക്ക്. നിങ്ങൾ പോയി കളിപ്പോ, വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ന് ഓണമായതുകൊണ്ട് നല്ല ഇൻസെന്റീവ് ഉണ്ട്. അപ്പൊ ഇത് കളയണമെന്ന് വിചാരിച്ച്, വേറെ ഒന്നുമില്ല. കുറച്ച് പൈസ ആവശ്യമുണ്ടല്ലോ എന്തായാലും നമുക്ക് എപ്പോഴും പൈസ ആവശ്യമുണ്ട്, അതാ ആവശ്യം. അതുകൊണ്ട് ഇന്നും കൂടെ ഓടിക്കഴിഞ്ഞ് കുറച്ച് പൈസ വരും. നാളെ മറ്റുള്ള ലീവ് തന്നെ. അപ്പൊ നാളെ നമുക്ക് തിരുവോണം ആഘോഷിച്ചിട്ട് ഇവിടെ കറങ്ങാൻ പോയിട്ട് വരാം. പൊന്മുടി വേണമെങ്കിൽ പൊന്മുടി പോവാം. കുറെ പ്ലാനിങ് ഒക്കെ ഉണ്ട് കയ്യിൽ. അപ്പൊ എന്തായാലും അത് പിന്നെ പറയാം. ഓക്കെ അപ്പൊ ഇന്ന് സൊമാറ്റോ വ്ളോഗ് നമ്പർ 109 ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 14/9/2024 മണി ഇപ്പോൾ കറക്റ്റ് 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ലോഞ്ച് ചെയ്താ ഓൺ ആക്കിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട്. അപ്പൊ ആപ്പ് ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 6 മണി ആവാറേ. അപ്പൊ പോന്ന വേറെ ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഉത്രാടം. ഓക്കെ നീ പറ. ഹാപ്പി ഓണം. ഈ വീഡിയോ നാളെ പറഞ്ഞത്. അപ്പൊ ഹാപ്പി തിരുവോണം കൂടെ പറഞ്ഞേക്കാം, അഡ്വാൻസ് ആയിട്ട്. അഡ്വാൻസ് ഹാപ്പി തിരുവോണം. ഓക്കെ ഞാൻ പോട്ടെ, ചായ വിളിച്ചിട്ട് പോവാം. ചൂട് ചായ കൊള്ളാം. തക്കാളിയാണ്. ഓക്കെ തക്കാളി ചൂട് ചായ നല്ല കോമ്പിനേഷനാണ്. കഴിച്ചോടെ, ചുമ്മാ പറഞ്ഞേ. അടിക്കാമൊന്നുമില്ലേ? ചിപ്സ് കുറച്ച് ബാക്കിയുണ്ട്, ഇത് കഴിക്കാം. അപ്പൊ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ട്, പോവാന്നാ പറയാം. എല്ലാരും വാ, ഒന്നിച്ച് പറയാം. വാ ഇങ്ങോട്ട് വാ, ഐശു വാ. തരല്ലേ ഐശ്വര്യ വിഷമായിപ്പോയി. വഴക്ക് പറഞ്ഞത് കുറച്ച് വഴക്ക് പറഞ്ഞത് ഭയങ്കര അക്രമം. എന്ത് ചെയ്യാൻ പറ്റും? വഴക്കറിയാൻ പറ്റുമോ? നീ പറഞ്ഞ പറഞ്ഞേ വാ, വലിയ ഗൗരവം കാണിക്കാതെ വാ. എല്ലാവരും വാ. അപ്പോ പോന്നാ എല്ലാം ഓക്കെ ആയല്ലോ. അപ്പൊ ജീവിതത്തില് എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. നീ പറഞ്ഞില്ല, ഇവള് പറഞ്ഞില്ല. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കം ഓൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. വാ 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 വാ, നീ പോ കളിക്കണം. വാ ഞാൻ പോണേ. Bye, see you. ഇപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കം ഓൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. പറ അങ്ങനെ വീട്ടിൽ നിന്ന് ഐശ്വര്യമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് പൂജപ്പുര മെയിൻ റോഡ്. ഓക്കെ വേറെ ഒന്നും പറയാനില്ല, ചുമ്മാ ബോറടിച്ചു. നമ്മളങ്ങനെ പൂജപ്പുര ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഓടിയായിരുന്നു 3 മണിക്കൂറത്തേക്ക്, 11 തൊട്ട് 3 മണി വരെ 4 മണിക്കൂർ ഓടിയായിരുന്നു.
ഇപ്പോൾ രാവിലെ ഓടി മൊത്തം കണക്കെന്ന് പറഞ്ഞാൽ 212 രൂപ 58 പൈസയാണ്. 4 ഓർഡർ അടിച്ചോളൂ, ഓർഡർ കുറവായിരുന്നു. അപ്പോൾ വൈകിട്ട് ഓടുമ്പോൾ എന്താ ഇൻസെൻറ്റീവ് അടിക്കും, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിൽക്കുക 5 മിനിറ്റ് നിന്നിട്ട് ഓർഡർ അടിച്ചില്ലെങ്കിൽ സ്ഥലം മാറ്റിക്കളയാം. ഓക്കെ, അസീസുണ്ട്, ഇറാനിയുണ്ട്. ശരി വാ, വെയിറ്റ് ചെയ്യാം. ക്യാഷിൽ പൈസ ഉണ്ടോ നോക്കട്ടെ. 250, 10-300 ഉണ്ട്. പെട്രോൾ അടിക്കണ പൈസ ക്യാഷ് കൊടുക്കണോ ഗൂഗിൾ പേ ചെയ്യണോ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഗൂഗിൾ പേയിൽ പൈസ കുറവായിരിക്കും. സൊമാറ്റോൻ്റെ ശമ്പളം ഒന്നും റെഡി ആവില്ല. ശരി ഓക്കെ, പോകാം. ബാ, ഓർഡർ അടിക്കണില്ല, നമുക്ക് നേരെ എങ്ങോട്ട് പോകാൻ? എപ്പോഴും പോലെ തന്നെ ചെറിയ വഴുതേക്കാട്ട്. ബാ, കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. വാ വാ വാ. ഓണം വയ്യിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീ അകലെ മാറി നിൽക്കാതെന്തേ ലാലേ 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 ധാനനനെ നാനനെ. ഇതുപോലത്തെ കുറേ ഓണപ്പാട്ടുകൾ ഓർമ്മ വരെയാണ്, പാടിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും. ഉത്രാടപ്പൂന്നില്ല വേവാ. പിന്നെ അത് പാട്ട് കതിരി 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 കൊണ്ടുവായോ ഹൊയ് ഹൊയ്. പെട്രോൾ അടിച്ചിട്ട് പോകാം. ബാ കമോൺ. 220 ഇവിടെ. അടച്ചോണ്ടേ. ഹലോ, സുഖമാണോ? ഹാപ്പി ഓണം. ഓട്ടാ നാളെ വരും, ഫേസ്ബുക്കിൽ വരും. ഫേസ്ബുക്കിൽ യൂട്യൂബ് പുള്ളിക്ക് മാറിപ്പോയി. ശരി, കുഴപ്പമില്ല. ഓക്കെ, ഐശ്വര്യമായിട്ട് പെട്രോൾ അടിച്ചിട്ടുണ്ട്, 2 ലിറ്റർ പെട്രോൾ. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ പൂജപ്പരല്ലോ, നമ്മൾ നേരെ പോകുന്നത് വഴുതേക്കാട്. ഓക്കെ, വാക്ക ലൈഫ് അടിച്ച് പൊളിക്കാം. ചുമ്മാ പറയണ്ട, ബോറടിച്ചു. ഒന്നാമത്തെ പയ്യന്മാർ ക്രിഞ്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നീ വേറെ ചുമ്മാ പറഞ്ഞാൽ ഒടുക്കത്തെ ക്രിഞ്ചായി പോകും അല്ലേ. ഒടുക്കത്തെ ഓണം വൈബാണ് കേട്ടോ, അവർ രക്ഷയില്ല. പണ്ടത്തെ ഓണം വൈബ് ഇങ്ങനെ അല്ലായിരുന്നു, ഫുള്ള് കറക്കമാണ് പയ്യന്മാരായിട്ട്. ഓരോ ഏരിയയിൽ അത്തപ്പൂ കാണാൻ പോകുമായിരുന്നു, പിന്നെ ഓണക്കളികളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല, ഫുൾ ജോലിയും കാര്യങ്ങളും. ജോലി വിട്ടാൽ വീട് വിട്ടാൽ ജോലി, ഇത്ര തന്നെ. ഇതിനിടയ്ക്ക് ഫോണിൽ കോൺടാക്ട് ചെയ്യും പയ്യന്മാരായിട്ട്, വാട്സാപ്പ് കോളും പിന്നെ വാട്സാപ്പ് മെസ്സേജ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതൊക്കെ തന്നെ ഓണം. സുത്തുതേ ഭൂമി, ഓർഡർ ഒന്നും പഠിക്കണില്ല സ്വാമി, ലോഗിൻ ചെയ്ത് 1 മണിക്കൂറായി സ്വാമിയോ. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് അജ്വ റെസ്റ്റോറൻറ്റ് അടുത്തിന്. അവിടെ നിന്ന് ടിപ്പുണ്ട് 20 രൂപ. സൂപ്പർ കേട്ടാ. സുധീഷ് ഭയങ്കര ഫോമാണല്ലോ, എന്ത് പറ്റി? ചുമ്മാ ഒരു ഓണമല്ലേ, എന്തെങ്കിലും കാണിക്കണ്ടേ, ഇതിന് വേണ്ടി കാണിക്കാനുള്ളൂ. ഓക്കെ, കയറ്. നമ്മളെ ബൈക്ക് നിൽക്കുന്നല്ലോ, അത് ബൈസ് FC V3 തന്നെ, FCS. റീച്ച് ലൊക്കേഷൻ 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ബാ, ഇത് റെഡി ആയത്. ഫിഷ് ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഓക്കെ ശരി, ഇവിടെ ഇരിക്കാം അല്ലേ. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്കിഡ്. ഇന്ന് ആൾത്തിരക്ക് കുറവാണ്, സൊമാറ്റോ ആൾക്കാർ കാണാനില്ല, കുറേ ആൾക്കാരൊന്നും. എല്ലാം അവധിക്ക് നാട്ടിൽ പോയി കാണും. അതുകൊണ്ട് നമുക്ക് ഓർഡർ എടുക്കുകയും ചെയ്യും, തിരക്കും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വഴുതേക്കാടാണ്. ഇവിടുന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഫിഷ് ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 7 കാലമായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഓർഡർ അടിച്ചോളൂ സുഖമായിട്ട്. ഫസ്റ്റ് ഓർഡറിന് ലേറ്റ് ആവണത്. പോലീസ് വയ്ക്കുന്ന എന്ത് കലിപ്പലുണ്ടോ അവിടെ. നമ്മളിങ്ങനെ വഴുതേക്കാട് MBA റോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. ഇതേത് പാട്ട് ശ്രദ്ധിച്ചാൽ ചുമ്മാ പാടി ടൂണൊന്നുമില്ല. അവിടെയാണോ? ഓക്കെ ഇതാ പറഞ്ഞു. സുബിനല്ലേ? ഓക്കെ ഹാപ്പി വേണം. ശരി എന്നാൽ ഓർഡർ ഡെലിവേർഡ്. സൂപ്പർ കേട്ടോ. ഫസ്റ്റ് ഓർഡറിനാൽ ഹാപ്പി വേണം പറഞ്ഞ് നല്ല ചിരിച്ചോണ്ട് താങ്ക്സ് പറഞ്ഞു. സെൽഫി ചോദിക്കണം. അപ്പം നോക്കിയാൽ സെൽഫി. എന്നാ ഫോട്ടോ എടുത്തോ. ഇതാണ് എൻ്റെ ഫോട്ടോ. എങ്ങനെയുണ്ട്? ഗ്ലാമർ ആക്കില്ലേ? സൂപ്പർ അല്ലേ? അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 44 രൂപ 55 പൈസയാണ്. രണ്ടാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്, അതേ അജ്വ റെസ്റ്റോറൻറ്റ് തന്നെ. ആക്സെപ്റ്റ് ഓർഡർ, അതേ റെസ്റ്റോറൻറ്റ്. റീച്ച് ലൊക്കേഷൻ റെഡി ആയാ? ഇല്ല, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ബാ. ഓക്കെ, റെഡി ആയി. ബാപ്പ എടുക്കാം. 6906. ഓക്കെ, പിക്ഡ് ഓർഡർ, കോട്ട് പിക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൂജപ്പുര മോഡേൺ മോളാണ്. ഇവിടെ നിന്ന് 4.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം മട്ടൺ ബിരിയാണിയാണ്. മണിപ്പോൾ കറക്റ്റ് 7:30 മണിയായി. റോഡൊക്കെ നല്ല വിശാലമായിരിക്കുന്നു, തിരക്കൊന്നുമില്ല. അതുകൊണ്ട് നല്ല രസമുണ്ട്, വണ്ടി ഓടിക്കാൻ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഉത്രാട പാച്ചിലായിട്ട് പാച്ചലത് കാണാനില്ല. ചിലപ്പോൾ അവിടെ കാണും, ചാല ഈസ്റ്റ് കോട്ടൊക്കെ നല്ല പാച്ചിലാക്കി. കതിരി കൊണ്ടുവായോ ഹൊയ് ഡാക്കിണില്ല കുട്ടൂസൈൻ. ഓക്കെ, ലൊക്കേഷൻ തരുന്നുണ്ട് ഇവിടെ തന്നെയല്ലോ. ഫ്ലാറ്റ് 806 പോകണം. 806 8. ഓക്കെ, വണ്ടി നമ്പർ ഉണ്ടല്ലോ. ഓക്കെ, പോന്ന. തിരുവാതിരാവും ഇവിടെ അല്ലേ ജയപ്രകാശ്? ഓക്കെ ശരി. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 49 രൂപ 56 പൈസയാണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ പൂജപ്പുര കാര്യം മാവേലിയ. ഹായ്, അടയാളമുണ്ട്.
അപ്പോൾ മാവേലി കണ്ടല്ലോ, ഓണായിട്ട് സന്തോഷമായില്ലേ? അങ്ങനെ മൂന്നാമത്തെ ഓർഡർ അടിച്ചുകൊണ്ട് ശ്രീ ആര്യ ഭവനിലാണ്. ആക്സെപ്റ്റ് ഓർഡർ കോഡ് 5664. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തിരുമല കട്ടച്ചൽ റോഡാണ്. ഇവിടെ 2.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം മസാല ദോശ, ഗീ റോസ്റ്റ്, വട. ഓക്കെ, ഇതാണ് കട്ടച്ചൽ റോഡ്. ഇവിടെ നിന്ന് ഒരു 300 മീറ്റർ ദൂരമുള്ള ലൊക്കേഷൻ. സാറായി റീച്ച് ലൊക്കേഷൻ. ഹലോ, സൊമാറ്റോ ആണേ. വീട് അറിയോ? കടയ്ക്ക് തൊട്ട് മുമ്പിൽ ഇടവഴിയുണ്ടോ? തൊട്ട് മുമ്പിൽ ഇടവഴി. അവിടെ നിന്ന് നേരെ അകത്തോട്ട് പോവാ, എൻഡിൽ പോവാ, റൈറ്റ് സൈഡിൽ ഒരു ടെറസിട്ട വീടാ, ഒരു പോർച്ചിലുള്ളൊരു വീടാ. അവിടെയാണോ? ഓക്കെ, ശരി. ഓക്കെ, പോകാം. നേരെ പോയാൽ ശാസ്തമംഗലം, ബാക്കിലോട്ട് പോയാൽ തിരുമല. ഇങ്ങോട്ട് പോയാൽ നേരെ പോയാലോ. ഓക്കെ, നാലാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. എവിടെ? ചാപ്പി റെസ്റ്റോറൻറ്റ്. അവിടെയാണ്. അപ്പോൾ പോക്കറ്റ് പോലെ പോകണം. ഓക്കെ, റെഡി വന്ന് ഒരു 10 മിനിറ്റ് പോയി. കുഴപ്പമില്ല, റെഡി വന്നേ. ടിക്കറ്റ് വാട്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വെള്ളാമ്പലാണ്. ഇവിടെ കറക്റ്റ് 750 മീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ചെട്ടിനാട്, ബട്ടർ ചിക്കൻ ആൻഡ് പൊറോട്ടയാണ്. മണി കറക്റ്റ് 8:45. ഓണ സമയത്തൊക്കെ ദൂരാജ് കൂട്ടം കൂടുതലാക്കി. കുറേ കുട്ടികളെടുത്ത് കാണും കുറേ ആൾക്കാരൊക്കെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓർഡർ ഡെലിവർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 51 രൂപ 44 പൈസയാണ്. ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ? എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാം, വെള്ളാമ്പലം നിൽക്കാം. അങ്ങനെ 10 മിനിറ്റ് കാത്തിരുന്ന് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഡി പാരിസ്, ശാസ്തമംഗലം. അക്സെപ്റ്റ് ഓർഡർ കോഡ്. നേരെ പോയാൽ മതി. പോകാം. റേറ്റ് ലൊക്കേഷൻ റെഡിയായ 19 മിനിറ്റ് വെയിറ്റിംഗ്. എൻ്റെ അമ്മോ. ഓക്കെ, റെഡിയായി. അപ്പോൾ എടുക്കാം. കമോൺ. കറക്റ്റ് 9:17 19 മിനിറ്റ് ആവറായി. 6508. വലിയ ഐറ്റം ആണല്ലോ. യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്നത്. കേൾറ്റിയാണ് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ റെക്കോർഡാണല്ലോ. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അപ്പോൾ ശരി. ഓക്കെ, അപ്പോൾ താങ്ക് യു. കൈ വിട്. പേരെന്താണ്? മുഹമ്മദ്. അപ്പോൾ മുഹമ്മദ് നമ്മളെ LAPG ഗ്യാങ്ങിലെ ആളാണ്. LAPG നമ്മൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. പോടാ ബൈ. അയ്യോ സോറി, പോയാൻ തറയിൽ. ഓക്കെ ശരി. ഓക്കെ, പോടാ. ഇപ്പോൾ കവറുള്ള വീണ തറയിൽ. സംഭവം 3 പാക്കറ്റ് ഉണ്ട്. നല്ല വലിയ ഐറ്റമാണ്. കൊണ്ട് നോക്കി കൈകാര്യം ചെയ്യണം. തറയിൽ പോയി കഴിഞ്ഞാൽ നമ്മളിന്ന് പൈസ പോകും. മനസ്സിലായാലും ഓണ സമയത്ത് ഇൻസെൻറ്റീവ് പോവല്ലേ. ഓക്കെ, ഓർഡർ പിക്കഡ്. ഓക്കെ, നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വലിയുള്ളതാണ്. ഇവിടെ കറക്റ്റ് 4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചില്ലി ചിക്കൻ അല്ലല്ലോ, ചിക്കൻ ഫ്രൈഡ് റൈസ്, പൊറോട്ട, ചില്ലി ചിക്കൻ, അൽഫാം, ചിക്കൻ 65 ആണ്. കൂടുതൽ ഐറ്റം കാണാതെ പറയുമ്പോൾ ഒന്ന് ഇട്ടുപോകും. കൂടെ ചേർന്ന് പാടിക്കുമല്ലോ, കോപ്പറേറ്റ് വീഴും. ഞാനും എൻ്റെ അളിയനും കൂടി പേരാമ്പറ പോയി വരുമ്പോൾ പേരാമ്പറ ആറ്റിൽ നിന്നും ആന കയറി കലക്കുള്ള വെള്ളത്തിൽ കുളിക്കല ജാനോ നീരാളാകും. ആ പാട്ടാണ് പാടിയപ്പം. അതേ മ്യൂസിക് ആയിരിക്കണം. ഒരേറ്റവും കൂടുതൽ കുറേ പാട്ട് കാണുമായിരിക്കാം. ഓക്കെ, നമ്മളെന്നെ വലിയ ജംഗ്ഷനിലുണ്ട്. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. കലക്കുള്ള വെള്ളത്തിൽ കുളിക്കല ജാനോ നീരളകും. പാട്ടിനെ കൊല്ലാതെ സുധീഷേ, ബോറടിക്കുക. എന്ത് ചെയ്യാം, എന്തെങ്കിലും പാടണ്ടേ. നമ്മൾ ഓൾമോസ്റ്റ് ലൊക്കേഷൻ എത്തി കേട്ടാ. നേരെ പോയി റൈറ്റ് പോകണം. എന്നിട്ടും വന്നില്ലല്ലോ മലയോഗം. കയറി ടക്കനെ ഇറക്കണം. അത്രയാണ് റീച്ച് ലൊക്കേഷൻ. ഇവിടെ തന്നെ വീട് പറഞ്ഞത്. പിടിക്കണം ഒരു മിനിറ്റേ, തരാം. ഓക്കെ, ശരി. അത്ര തന്നെ തീർന്നു. ഓക്കെ ഐശ്വര്യമായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാതെ തറ വീണേ പണി കിട്ടിയതല്ലേ. ഓർഡർ ഡെലിവർഡ്. പോന്നാ ഇപ്പോൾ നമ്മൾ എங்கே പോകാം? തിരുമല പോകുമ്പോൾ തിരുമല പോയി നിന്ന് അടുത്ത ഓർഡർ ചെങ്കാച്ചി പോകാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിടച്ച ഓർഡർ പേയ്മെൻറ്റ് 44 രൂപ 13 പൈസയാണ്. 13 പൈസ. 13 പൈസ വേണ്ട, 44 മതിയായിരുന്നു. എന്നതാ ചൊല്ല, வாழ்க்கையே ஒரு போராட்டம் தான். போராடி ஜெயிக்க வேண்டியிருக்கு என்ன. ஏய் தோளா முன்னால் வாடா உன்னால் முடியும். ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഭരണി റെസ്റ്റോറൻറ്റ് അടുത്തതിനെ കുറച്ചപ്പുറത്ത് ബാക്കിലായിട്ട് അക്സെപ്റ്റ് ഓർഡർ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുമല ജംഗ്ഷനിലാണ്. അപ്പോൾ ഇതാണ് മിക്കവാറും ലാസ്റ്റ് ഓർഡർ. 9:30 മണിയായി. റീച്ച് ലൊക്കേഷൻ റെഡിയായ 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡിയായി. അപ്പോൾ എടുക്കാം. ഭരണി റെസ്റ്റോറൻറ്റ്. നല്ല വിശപ്പ് തുടങ്ങി. 9585 പിക്കഡ് കോട്ട പിക്കഡ്. ഓക്കെ,
ഓക്കെ പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ജഗതിയാണ്. ഇവിടെ 3.9 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന അതിൻ്റെ ചിക്കൻ കറിയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 9:30 കഴിഞ്ഞിട്ടുണ്ട്, 9:40 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സമയമുണ്ട്, ഓർഡർ എടുക്കാം. ഇനിയിപ്പോൾ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല, ഓട്ടം കിട്ടണില്ല. എന്തായാലും ഇൻസെൻറ്റീവ് അടിച്ച് കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ പോകണമെങ്കിൽ പോവാം. കുറച്ച് മുമ്പ് അവിടെ നിൽക്കുമ്പോൾ ഒരു മാമ വന്നായിരുന്നു ആക്റ്റീവയിൽ. പെട്രോൾ അടിക്കാൻ 20 രൂപ ചോദിച്ചു. ഞാൻ ആദ്യം ആലോചിച്ചപ്പോൾ കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ അടിച്ച് ഫിറ്റ് ആയിരിക്കണം തോന്നട്ടാ. ഈ എല്ലാ ഓണത്തിനും കുറേ ഇറങ്ങിക്കോളും വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെയായിരുന്നു. 2 ആൾക്കാർ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. എന്നിട്ട് പറഞ്ഞ് വയ്യ, സുഖമില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പൈസ വേണമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അടിച്ച് ഫിറ്റ് ആയിരിക്കണ്ടോ. എന്തൊക്കെ കള്ളം പറഞ്ഞ് എങ്ങനെ ജീവിക്കണം അവർക്ക്. പക്ഷേ എൻ്റെ അമ്മ വെള്ളം അടിക്കാൻ വേണ്ടി യാതൊരു ലെവൽ വരെ പോയ ആൾക്കാർക്ക് മര്യാദയ്ക്ക് നല്ലപോലെ പണിയെടുത്താൽ ഇഷ്ടംപോലെ പൈസ കൈ വരും. ആ പൈസ വെള്ളം അടിക്കല്ലോ സുഖമായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന സംഭവം എൻ്റെ വ്ളോഗിലുണ്ട്, വേണമെങ്കിൽ കാണിച്ചിരാം. കോമഡിയാണ് എൻ്റെ അമ്മ. ഫ്ലാഷ് ബാക്ക്. ആ ഇപ്പോൾ കാര്യം പറയേണ്ട കാര്യം പറഞ്ഞാൽ മതി. സഹായത്തിന് സംഭവം എന്താ പുള്ളി തളം നിൽക്കുകയാണോ? ആ വേറെ ഒരു സഹായിക്കാൻ ചോദിച്ചുള്ളൂ ഒന്നല്ലേ? ശരി, സഹായമൊന്നുമില്ല. പോ. ഓക്കെ, തന്നെ ഞാൻ യൂട്യൂബറാണ്. നമ്മൾ തന്നെ ജഗതി മേലാറെന്ന് വിളിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. മാപ്പ് നോക്കട്ടെ ഒരു മിനിറ്റ്. 73 അത് ഈ വീട് തന്നെ ഇവിടെയാണെന്ന് തോന്നുന്നു. ആദ്യം 356 ഗൂഗിൾ പേ ആണോ? ഓക്കെ ശരി, താങ്ക് യു. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഫുൾ മാർക്ക് കൊടുക്കാം. ചിരിച്ചുകൊണ്ട് താങ്ക്സ് പറഞ്ഞിട്ടാ. മണി 9:48 ഇപ്പോൾ 9:50 ആകുമ്പോഴേ ഓഫ്ലൈൻ പോകാൻ പറ്റുള്ളൂ. അതുവരെ ഇങ്ങനെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ഓർഡർ കൊടുത്തില്ല. അത് വീട്ടിൽ പോകാം. അത്ര തന്നെ വിശക്കണം, നല്ല വിശപ്പ്, വയറ് കത്തണം. ഓക്കെ, സൊമാറ്റോ ആപ്പ് ഓഫ്ലൈൻ ആക്കിയാണ്. ഓഫ്ലൈൻ ഉണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയ മൊത്തം പേയ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഉച്ചയ്ക്ക് ഓടിയായിരുന്നു ഒരു 4 മണിക്കൂർ. ഇന്ന് കിട്ടിയ മൊത്തം ഏണിങ്സ് എന്ന് പറയുന്നത് 406 രൂപ 36 പൈസ. കസ്റ്റമർ ടിപ്പ് 80 രൂപ. ഓഫർ ഇൻസെൻറ്റീവ് ഓഫർ 400 രൂപ. ടോട്ടൽ എല്ലാം കൂടെ 886 രൂപ 36 പൈസ കിട്ടിയിട്ടുണ്ട്. കൊള്ളാം, വലിയ കുഴപ്പമില്ല. 27.3 കിലോമീറ്റർ ഇപ്പോൾ ഓടിയത്. പകൽ ഓടിയത് 20 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 50 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്ര തന്നെ. ഓക്കെ, സംഭവം കൊള്ളാം, പൊളിയല്ലേ? ലാഭമാണ്, കാരണം ഓണം ഓഫർ ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ കിട്ടാൻ ഇതുപോലെ അത്ര തന്നെ. കൊടുക്കേണ്ട ഓർഡറെല്ലാം കൊടുത്തിട്ടുണ്ട്, കാണിക്കേണ്ടെല്ലാം കാണിച്ചുകൊണ്ട്, പറയേണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണ്ടേ, വേറെ ഒന്നും വാങ്ങിയായിട്ടൊന്നുമില്ല. പക്ഷേ ഉത്രാടപ്പാച്ചിൽ പോരല്ലോ, ഭയങ്കര ഡൗൺ ആയിരിക്കണം. എന്തോ ഉത്രാടപ്പാച്ചിൽ ഇത് സംഭവം ഈ വയനാട് ഇഷ്യൂ തന്നെ. അത് കാരണം കവടിയാറും ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ട് വരില്ല, തിരക്കില്ല, അത്ര തന്നെ. അതേ മെയിൻ കാര്യം. ശരി, കുഴപ്പമില്ല അല്ലേ? നമുക്ക് എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണം ഇങ്ങനെ പോട്ടെ. വലിയ ദുഃഖമുള്ള കാര്യം നടന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം സന്തോഷിക്കാൻ പറ്റില്ല ഈ സമയത്ത് നമുക്ക് ഒരേ ഒരു കാര്യം പ്രാർത്ഥിക്കാം. വയനാട് ദുരന്തത്തിൽ ബാധിച്ച എല്ലാ ജനങ്ങൾക്കും നല്ലപോലെ മാറ്റം ഉണ്ടാകണം. അത് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ മാറ്റം ഉണ്ടായി അടുത്ത വർഷം ഓണം നല്ലപോലെ ആഘോഷിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, വീടെത്തി കഴിഞ്ഞു. വീടെത്തി കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട്. കാപ്പി ചൂണ്ടിക്കുകയാണ്. ദോശ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് ദോശ ആൻഡ് മുളകായി പൊടിയാണ്. ചമ്മന്തി പൊടി എന്ന് പറയും. ഇപ്പോൾ കഴിച്ചിട്ട് വേറെ ഒന്നും പറയാനില്ല, പറയണ്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നാളെ തിരുവോണമാണ്. അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് എഡിറ്റിംഗ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യണ്ടേ, നാളെ ഇടണം. അപ്പോൾ 6 ജോലിയുണ്ട്. ഇങ്ങനെ പോയാലും നേരം വെളുക്കും. പിന്നെ ഒരു കാര്യം കേട്ടോ, 2 പേർക്ക് ഹായ് പറയാനുണ്ട്. ഒന്ന് അക്ഷയ്, ഒന്ന് മുഹമ്മദ് സാലി. SALIH സാലി ആയിരിക്കും. ഓക്കെ, 2 പേർക്ക് ഹായ്. ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് സൊമാറ്റോ വ്ളോഗ് നമ്പർ മൊത്തം 110 ആയി അല്ലേ? അപ്പോൾ ഇത്രയും വ്ളോഗ് ചെയ്തപ്പോൾ എനിക്ക് കണ്ടതായി എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്. പക്ഷേ സൊമാറ്റോയ്ക്ക് വലിയൊരു പ്രൊമോഷനാണ് ഞാൻ കൊടുത്തത്. ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഇത്രയും വലിയ പ്രൊമോഷൻ ആരും കൊടുത്താണില്ല. അത്രയും കസ്റ്റമർ കിട്ടിക്കണം അവർക്ക്, അത്രയും എംപ്ലോയീസ് കിട്ടിക്കണം. അപ്പോൾ ഇന്നും സൊമാറ്റോ കാണില്ല. അത് കുഴപ്പമില്ല, നമ്മൾ നോക്കിയല്ലേ ഇറങ്ങിയത്. നമ്മൾ കണ്ടന്റ്, നമ്മളെ ജോലി, നമ്മുടെ ലൈഫിലൊരു പാർട്ട് കാണിക്കാം, അത്ര. അപ്പോൾ സൊമാറ്റോ കമ്പനിക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ആൾക്കാർക്ക്, എന്നെപ്പോലെ സൊമാറ്റോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ ഇളവ് കൊടുക്കണം, എന്തെങ്കിലും ഇൻസെൻറ്റീവ് ഓഫർ കൊടുക്കണം. കാരണം ഇത്രയും വലിയ പ്രൊമോഷൻ വേറെ ആരും കൊടുക്കില്ല. നിങ്ങളെ കമ്പനി സ്റ്റാഫ് പോലും കൊടുക്കില്ല. മനസ്സിലായാലും ഇതൊന്നും പറയാൻ തോന്നി ഈ വർഷം. അപ്പോൾ അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും സൂപ്പറായിട്ട് അടിച്ചു പൊളി ജീവിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം. കട്ടൊക്കെ നിൽക്കണം. മാണി പറഞ്ഞ അവൾ ജോലിയായി. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം എല്ലാ മക്കളും എല്ലാവരും.